സ്നേഹമുള്ളവരെ, ഇന്ന് ഗുഡ്നസ് TV എത്തിച്ചേർന്നിരിക്കുന്നത് 2013 നവംബർ 15 ദിവ്യബലി മധ്യേ ദിവികാരൻ അത്ഭുതം നടന്ന വിളക്കന്നൂർ ഇടവക ദേവാലയത്തിന് മുമ്പിലാണ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ ഇടവകയിൽ 2013 നവംബർ 15 വെള്ളിയാഴ്ച ഫാദർ തോമസ് പതിക്കലച്ചൻ അർപ്പിച്ച വിശുദ്ധബലി മധ്യേ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം അത്ഭുതാവഹമായി തെളിയുകയും അത് ദിവികാരുണ്യ അത്ഭുതമെന്ന് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്തു. തീർച്ചയായിട്ടും ആ ദിവസങ്ങളിൽ ഈ ദേവാലയ അങ്കണത്തിലേക്ക് ആയിരങ്ങൾ ഓടിക്കൂടി ഈ ദിവികാരുണ്യ അത്ഭുതം നേരിട്ട് കാണുവാൻ വേണ്ടിയുള്ള വലിയ ആവേശം കാണുവാൻ വേണ്ടി സാധിച്ചിരുന്നു. എന്നാൽ സഭ അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി വിശദമായ പഠനങ്ങൾക്ക് വേണ്ടി ദിവികാരുണ്യം ഇവിടെ നിന്നും രൂപതാ കേന്ദ്രത്തിലും തുടർന്ന് തിരുസഭയുടെ ഔദ്യോഗികമായ പഠനങ്ങൾക്കും വിധേയമാക്കുകയും 12 വർഷങ്ങൾക്ക് ശേഷം ഈ 2025 മെയ് 31 ശനിയാഴ്ച അത് ദിവികാരുണ്യ അത്ഭുതമാണെന്ന് കത്തോലിക്ക സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ആ സ്വർഗീയ നിമിഷങ്ങൾ 31 ശനിയാഴ്ച ഇവിടെ നടക്കുകയാണ്. തലശ്ശേരി അതിരൂപത അതിനാവശ്യമായ എല്ലാവിധ ഒരുക്കങ്ങളും തയ്യാറാക്കിയിരിക്കുന്നു. ഈ വിളക്കന്നൂർ ഇടവകയും അതിനുവേണ്ടി വളരെ ദിവസങ്ങളായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗീയ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി തലശ്ശേരി അതിരൂപതയിലെ മുഴുവൻ ദേവജനങ്ങളും ഈ വിളക്കന്നൂർ ഇടവകയിലേക്ക് എത്തിച്ചേരുമെന്നുള്ള വലിയ ഒരു ആനന്ദത്തിൻ്റെയും സ്വർഗീയ അനുഭവത്തിൻ്റെയും നിമിഷങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഇടവക വികാരി റവറൻഡ് ഫാദർ തോമസ് കിഴാരത്തിലച്ചൻ ഇപ്പോൾ നമ്മളോട് ചേരുകയാണ്. ഒത്തിരി സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ ആയിരിക്കുക. ഭാരതസഭയ്ക്ക് തന്നെ അതിലുപരി തലശ്ശേരി അതിരൂപതയ്ക്കും വിശിഷ്യ വിളക്കന്നൂർ ഇടവകയെ സംബന്ധിച്ചും വലിയ അഭിമാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ദൈവാനുഗ്രഹത്തിൻ്റെ ദിനങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. 2013 നവംബർ 15 ബഹുമാനപ്പെട്ട പതികൽ തോമസ് അച്ചൻ അർപ്പിച്ച ബലിമധ്യേ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം പ്രത്യക്ഷപ്പെടുകയും പിന്നീട് അത് വലിയ ഒരു ജനപ്രവാഹത്തിലേക്ക് ഈ വിളക്കന്നൂർ സാക്ഷ്യം വഹിച്ച ദിനങ്ങളൊക്കെയായിരുന്നു. പിന്നീട് അതിനോടനുബന്ധിച്ച് സഭാതലത്തിലുള്ള വിവിധങ്ങളായ വേദികളിൽ പഠനങ്ങളും മറ്റുമൊക്കെ പൂർത്തിയാക്കി ഏകദേശം ഒരു 12 വർഷത്തിന് ശേഷം തിരുസഭ ഇത് ഭാരതത്തിൽ നിന്ന് തന്നെയുള്ള ആദ്യത്തെ ദിവികാരുണ്യ അത്ഭുതമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ വരുന്ന മെയ് 31 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് പ്രത്യേകമായിട്ട് വിളക്കന്നൂർ ഇടവക അങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്ന ദിവികാരുണ്യ നഗറിൽ വച്ച് അന്നത്തെ തിരുക്രമങ്ങൾക്കെല്ലാം നേതൃത്വം വഹിക്കുക ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിയായ ആർച്ച് ബിഷപ്പ് ജെറേലി പിതാവാണ്. പിതാവിനോടൊപ്പം തന്നെ അഭിവന്ദ്യ പിതാക്കന്മാരുടെ മഹനീയ സാന്നിധ്യവും തലശ്ശേരി അതിരൂപതയിലെ എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും വിശ്വാസി സമൂഹത്തിൻ്റെയും വലിയ സാന്നിധ്യവും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഒരുക്കമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. 501 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഒടുവിളിത്തട്ടിൽ നിന്ന് ദിവികാരുണ്യ ഈശോയ്ക്ക് സ്വീകരണം നൽകി അങ്ങ് ദേവാലയ അങ്കണത്തിൽ ഒരുക്കിയിരിക്കുന്ന ദിവികാരുണ്യ നഗറിലേക്ക് ദിവികാരുണ്യ ഈശോയെ പ്രതിഷ്ഠിക്കുകയും അവിടെ വെച്ച് നൂൻഷ്യോ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടത്തി സന്ദേശം നൽകുകയും ചെയ്യുന്ന ഒരു ക്രമീകരണമാണ് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം തലശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷനായ മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്ന ദിവ്യബലിയും തുടർന്നുള്ള ശുശ്രൂഷകളും ഉണ്ടായിരിക്കുന്നതാണ്. ദൈവജനത്തിന് ദിവികാരുണ്യ അത്ഭുതം കാണുവാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ അനുഗ്രഹദായകമായ വലിയ കൃപയുടെ ഈ പുണ്യ നിമിഷങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഇടവകാജനത്തിൻ്റെ ആ ഹൃദയത്തിൽ തൊടുന്ന അവരുടെ അനുഭവമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതുപോലെ ആയിരങ്ങൾ അനുഭവ സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട് ഇടവകാജനത്തിൽ, അവരുടേതായ അനുഭവങ്ങൾ. ഈ അത്ഭുതം നടന്നതിന് ശേഷം നിരന്തരമായി ഇവിടെ വിശുദ്ധ ബലിയിൽ വളരെ തീക്ഷ്ണതയോടെയും വളരെ ഭക്തിയോടെയും ആൾക്കാർ വിശുദ്ധിയിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുവാൻ വേണ്ടി സാധിച്ചുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഈ ജനത്തിൻ്റെ ആ സ്വപ്നങ്ങൾ ഈ 31 ശനിയാഴ്ച 2 മണിക്ക് ഇവിടെ പൂവണിയുകയാണ്. ഇത്
യഥാർത്ഥത്തിലുള്ള ഒരു അത്ഭുതമായി സഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ ഈ ജനത്തിൻ്റെ ആ സന്തോഷത്തിലും ആ ആനന്ദത്തിലും ഈ അതിരൂപത മുഴുവൻ പങ്കുചേരുകയാണ്. തീർച്ചയായിട്ടും ഗുഡ്നസ് ടിവിയും ഒരുപാട് സന്തോഷിക്കുന്നു. ഇപ്പോൾ നമ്മളോട് ചേരുന്നത് വിളക്കന്നൂർ ഇടവകയിലെ ഒരു കുടുംബാംഗങ്ങളാണ്. ഇവർക്ക് ഈ വിളക്കന്നൂർ ഇടവകയെ സംബന്ധിച്ചുണ്ടായ ദൈവാനുഗ്രഹത്തെക്കുറിച്ച് ഇവരുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം. അന്ന് രാവിലെ ദിവ്യവേലി ഞാൻ വന്നില്ലായിരുന്നു. പക്ഷേ ഞാൻ ഈ മോളെ കോളേജ് കൊണ്ടുവിടാനായിട്ട് ഇവിടെ വന്നപ്പോഴത്തേന് ഇങ്ങനെ അത്ഭുതം നടന്നു എന്ന് പറഞ്ഞു. ആ നിമിഷം ഞാൻ അവിടുന്ന് ടൗണിൽ നിന്ന് ഇവിടെ ഓടി വന്നു കണ്ടു. അപ്പം നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ കാണാത്ത ഒരു സൗഭാഗ്യം ഈശോയുടെ രൂപം തെളിഞ്ഞു വന്ന് കണ്ടു. അതിനുശേഷം എൻ്റെ മമ്മി കുർബാനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു അത്ഭുതം ഉണ്ടായിരുന്നു എൻ്റെ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കുർബാന ശേഷം ഞങ്ങൾ ഇത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് +2 പഠിക്കുന്ന സമയത്തായിരുന്നു. അപ്പം ഞാൻ സ്കൂളിൽ ചെന്നപ്പം അവിടുന്ന് പ്രിൻസിപ്പളൊക്കെ പറഞ്ഞു, വിളക്കന്നൂർ ഇടവകയിൽ അസംബ്ലി ഉണ്ടായിരുന്നു. അപ്പം പ്രിൻസിപ്പൾ പറഞ്ഞു ഇങ്ങനെ അത്ഭുതം നടന്നിട്ടുണ്ട്. അങ്ങനെ അപ്പം എല്ലാവരും ഞാൻ വിളക്കുന്നൊരു കാര്യമായിട്ട് എല്ലാവരും എന്നെ നോക്കുന്നത് അങ്ങനെ നടന്നെന്ന് പറഞ്ഞപ്പോൾ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും അപ്പം പിന്നെ ഞാൻ ഈ ഇടവക ജനം ഇതിനു വേണ്ടിയിട്ട് വലിയ ഒരുക്കങ്ങളിലൂടെ നടന്നു പോവുകയാണ്. തലശ്ശേരി അതിരൂപത തന്നെ വളരെ വലിയ ഒരുക്കങ്ങളാണ്. ഇവിടെ അന്ന് ജനനിബിഡമായ ഒരു ജനാവലി ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിരൂപത എല്ലാ ഇടവകളിലേക്കും നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഇവിടെ എത്തിച്ചേർന്ന ഒരു ആബാലവൃദ്ധം ജനങ്ങൾക്ക് അവർക്കാവശ്യമായ സ്വീകരണ പരിപാടികൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അസുലഭ നിമിഷത്തിലേക്ക് ദൈവത്തിൻ്റെ ഈ കയ്യൊപ്പുള്ള ഈ അനുഗ്രഹീത നിമിഷങ്ങളിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ്നസ് ടിവി ഒരു സന്തോഷ വാർത്തയോടെ അറിയിക്കുകയാണ്. ഇത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ലൈവ് ചെയ്യുന്നതാണെന്ന് കൂടെ അറിയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 31-ാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് വിളക്കന്നൂർ ദേവാലയ അങ്കണത്തിൽ നമുക്ക് കണ്ടുമുട്ടാം.